ഹലോ നമസ്കാരം. ഡിമാൻഡിനെ ബാധിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെ എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഡിമാൻഡ്. ഡിമാൻഡിനെ മാർക്കറ്റിൽ ഡിമാൻഡ് കൂടാനും ഒരു പ്രൊഡക്റ്റിന് ഡിമാൻഡ് കുറയാനുമൊക്കെ കാരണമാകുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഉദാഹരണത്തിന് നമുക്ക് പ്രൈസ് പറയാൻ പറ്റും. അതായത് പ്രൈസ് കൂടിയാൽ ഡിമാൻഡ് കുറയൂലേ? അതേപോലെ പ്രൈസ് കുറഞ്ഞാൽ ഡിമാൻഡ് കൂടാറുമുണ്ട്. ഇത് ലോ ഓഫ് ഡിമാൻഡിൽ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അതർ ഫാക്ടേഴ്സ് കോൺസ്റ്റൻ്റ് ആയി നിൽക്കുകയാണെങ്കിൽ ഇവിടെ പ്രൈസിൽ മാറ്റം വന്നാൽ എന്ത് സംഭവിക്കാം? ഡിമാൻഡ് കൂടുകയും കുറയുകയും ചെയ്യാം. അപ്പോൾ പ്രൈസ് ഒരു കാരണമാണെന്ന് നമുക്ക് പറയാം. പിന്നെ ഡിമാൻഡ് കൂടാനും കുറയാനും വേറെ എന്ത് കാരണങ്ങളൊക്കെയാണ് ഉള്ളത്? എന്തെല്ലാം ഘടകങ്ങളാണ് അതിനെ എഫക്റ്റ് ചെയ്യുന്നത്? രണ്ടാമത്തത് നാച്ചർ ഓഫ് കമ്മോഡിറ്റിയാണ്. അതായത് ഉൽപ്പന്നങ്ങളുടെ സ്വഭാവം. പലതരം ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിലുണ്ടാവും. നെസസറി ഗുഡ്സ് ഉണ്ടാവും, കംഫേർട്സ് ആൻഡ് ലക്ഷറി ഗുഡ്സ് ഉണ്ടാവും, പ്രസ്റ്റേജ് ഗുഡ്സ് ഉണ്ടാവും, അതേപോലെ ഡ്യൂറബിൾ ഗുഡ്സ് ഉണ്ടാവും. ഇതിൻ്റെ ഒക്കെ കേസിൽ ഓരോന്നിലും ഡിമാൻഡിൻ്റെ മാറ്റം വ്യത്യാസം ഉണ്ടാവും. ഇപ്പം നെസസറി ഗുഡ്സിൻ്റെ പ്രൈസിൽ മാറ്റം വന്നാൽ എങ്ങനെ മാറ്റം വന്നാലും ആളുകൾ അത് വാങ്ങുക തന്നെ ചെയ്യും. കാരണം അത് അത്യാവശ്യ ഗുഡ്സാണ്. സോ അതിൻ്റെ ഡിമാൻഡ് കോൺസ്റ്റൻ്റായി തന്നെ നിൽക്കും. ഇനി കംഫേർട്സ് ഗുഡ്സും ലക്ഷറി ഗുഡ്സും ആണെങ്കിലോ? ലക്ഷറി ഗുഡ്സ് നമുക്കറിയാം, ആഡംബര ഗുഡ്സുകൾ അല്ലേ? കംഫേർട്സ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ നെസസറി ഗുഡ്സ് അല്ല, എന്നാൽ ലക്ഷറി ഗുഡ്സും അല്ല, അതിൻ്റെ ഇടയ്ക്കുള്ളത്. അതായത് വളരെ അത്യാവശ്യം ഇല്ല, എന്നാലും അത് ഉപയോഗിച്ചാൽ നമുക്കൊരു അധിക സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയും ചെയ്യും. ഉദാഹരണത്തിന് ഏതാ നമ്മൾ പറയാം? ഉദാഹരണത്തിന് നെറ്റ്ഫ്ലിക്സ് സബ്സ്ക്രൈബ് ചെയ്യുന്നത്. നെറ്റ്ഫ്ലിക്സ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും നമുക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷേ സബ്സ്ക്രൈബ് ചെയ്താൽ നമുക്കൊരു അധിക എൻജോയ്മെൻറ്റ് കിട്ടുന്നു. അത് കംഫേർട്സ് ഗുഡ്സ് ആണ്. അപ്പോൾ കംഫേർട്സ് ഗുഡ്സിൻ്റെയും ലക്ഷറി ഗുഡ്സിൻ്റെയും ഒക്കെ പ്രൈസസ് മാറ്റം വന്നാൽ അവിടെ ഡിമാൻഡിനെ ബാധിക്കാറുണ്ട്. ഇനി പ്രസ്റ്റേജ് ഗുഡ്സിൻ്റെ കേസിലാണെങ്കിലോ അതിൻ്റെ പ്രൈസിൽ എന്ത് തന്നെ മാറ്റം വന്നാലും ഡിമാൻഡ് ഉണ്ടാകും. ഡിമാൻഡ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. കാരണം പ്രസ്റ്റേജ് ഇഷ്യൂ ആയതുകൊണ്ട് ആളുകൾ ആ ഗുഡ്സ് തന്നെ വാങ്ങും. അതേപോലെ ഡിമാൻഡ് ഓഫ് ഡ്യൂറബിൾ ഗുഡ്സ്. ഡ്യൂറബിൾ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ദീർഘകാലം ഉപയോഗിക്കാൻ സാധിക്കുന്ന ഇലക്ട്രോണിക് ഗുഡ്സ് പോലുള്ള ഗുഡ്സുകൾ. അപ്പോൾ അതിൻ്റെയൊക്കെ വിലയിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ ഡിമാൻഡിനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഡ്യൂറബിൾ ഗുഡ്സിൻ്റെ കേസ് അങ്ങനെയാണ്. അപ്പോൾ നാച്ചർ ഓഫ് കമ്മോഡിറ്റി എന്ന് പറയാൻ കാരണം, ഉൽപ്പന്നത്തിൻ്റെ സ്വഭാവം എന്ന് ഒരു ഘടകം ഡിമാൻഡിനെ ബാധിക്കുമെന്ന് പറയാൻ കാരണം വിവിധങ്ങളായിട്ടുള്ള ഗുഡ്സുകൾ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഓരോ കേസിലും ഓരോ രീതിയിലായിരിക്കും ബാധിക്കുന്നത് എന്നതാണ് ഈ പോയിന്റിലൂടെ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനി അടുത്തത് ഇൻകം ആൻഡ് വെൽത്ത് ഓഫ് കൺസ്യൂമറാണ്. കൺസ്യൂമേഴ്സിൻ്റെ വരുമാനം ബാധിക്കില്ലേ? കാരണം വരുമാനം കൂടിയാൽ നമ്മൾ കൂടുതൽ പ്രൊഡക്റ്റുകൾ വാങ്ങൂലേ? സോ സാധാരണ നോർമൽ ഗുഡ്സ് ഒക്കെ എന്ത് ചെയ്യും? നമുക്ക് വരുമാനം കൂടി, സാധാ കിട്ടാത്ത ശമ്പളത്തിനേക്കാളും ഇരട്ടി ശമ്പളം കിട്ടി എന്ന് കരുതുക. സോ ഇൻകം ഇൻക്രീസ് ചെയ്തു. അവിടെ നോർമൽ ഗുഡ്സ് ഒക്കെ നമ്മൾ വാങ്ങുന്നത് വർദ്ധിപ്പിക്കും, കൂടുതൽ വാങ്ങും. സോ ഡിമാൻഡ് കൂടും. സോ ഇൻകം ഇൻക്രീസ് ചെയ്തു, ഡിമാൻഡും ഇൻക്രീസ് ചെയ്തു. അവിടെ പോസിറ്റീവ് റിലേഷൻഷിപ്പാണ്. പോസിറ്റീവ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരേ ഡയറക്ഷനിൽ രണ്ടും കൂടുക അല്ലെങ്കിൽ രണ്ടും കുറയുക. ഇങ്ങനെ സംഭവിക്കുമ്പോൾ അത് പോസിറ്റീവ് റിലേഷൻഷിപ്പാണ്. ദെൻ ഇഫ് ദ ഇൻകം ഡിക്രീസ്, ഇൻകം കുറഞ്ഞാലോ നോർമൽ ഗുഡ്സിനുള്ള ഡിമാൻഡ് എങ്ങനെയായിരിക്കും? കുറയും. ഇനി വേറൊരു തരം ഗുഡ്സാണ് ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറയുന്നത്. ഇത് ഇൻഫീരിയർ ഗുഡ്സ് ഓരോ രാജ്യങ്ങളിലും ഓരോ രീതിയിലായിരിക്കും. ഇപ്പോൾ ചിലരുടെ ഇൻഫീരിയർ ഗുഡ്സ് നമ്മുടെ ഇൻഫീരിയർ ഗുഡ്സ് ആയിരിക്കില്ല. അപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ നമ്മൾ ഇപ്പോൾ പണം കുറവുള്ള സമയത്ത് ധാരാളം ഉപയോഗിക്കുന്ന ചില പ്രൊഡക്റ്റുകളുണ്ടാവും. നമ്മുടെ കയ്യിൽ കൂടുതൽ പണം വന്നാൽ എന്ത് ചെയ്യും? നമ്മൾ ആ പ്രൊഡക്റ്റ് വാങ്ങൂല, അതിലും ബെറ്റർ ആയിട്ടുള്ള വേറെ പ്രൊഡക്റ്റ് പോയി വാങ്ങും. സോ അത്ര തന്നെ ബെറ്റർ അല്ലാത്ത പ്രൊഡക്റ്റുകൾ, ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ഭക്ഷണ സാധനം പറയുകയാണെങ്കിൽ കപ്പ ഉപയോഗിക്കുന്നത് നമ്മൾ ഉദാഹരണത്തിന് വരുമാനം വളരെ കുറഞ്ഞ സമയത്താണെന്ന് കരുതുന്നത്. വരുമാനം വളരെ കുറഞ്ഞ സമയത്ത് വില കുറഞ്ഞ ഒരു ഫുഡ് ഉൽപ്പന്നം എന്നുള്ള നിലയ്ക്ക് നമ്മൾ കപ്പ വാങ്ങിയിട്ട് ഫുഡ് ഉണ്ടാക്കുന്നു. ഇപ്പോൾ നമുക്ക് വരുമാനം കൂടിയാൽ നമ്മൾ എന്ത് ചെയ്യും? കൂടുതൽ കപ്പ വാങ്ങൂല, പകരം എന്ത് ചെയ്യും? ചിക്കനൊക്കെ വാങ്ങാൻ പോകും. ദാറ്റ് മീൻസ് ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, കുറച്ചുകൂടെ നിലവാരം കുറഞ്ഞ ഗുഡ്സുകൾ. അത് ഇൻകം കൂടുമ്പോൾ അതിന് ഡിമാൻഡ് കുറയുകയും ഇൻകം കുറയുമ്പോൾ ഇൻഫീരിയർ ഗുഡ്സിൻ്റെ ഡിമാൻഡ് കൂടുകയുമാണ് ചെയ്യുക. അത്തരം ഗുഡ്സാണ് ഇൻഫീരിയർ ഗുഡ്സ്. സോ അതിൻ്റെ കേസിലുണ്ടാകുന്ന ഡിമാൻഡാണ് ഇവിടെ പറഞ്ഞത്. സോ ഇൻകം പ്രധാനമായിട്ടും നമ്മളിവിടെ പറഞ്ഞത് ഇൻകം എഫക്റ്റാണ്. ഇൻകം കൂടുമ്പോൾ ഡിമാൻഡ് കൂടുകയും ഇൻകം കുറയുമ്പോൾ ഡിമാൻഡ് കുറയുകയും ചെയ്യുന്നു എന്നതാണ് ഇവിടെ പ്രധാനമായും പറഞ്ഞത്. എന്നാൽ ഇൻഫീരിയർ ഗുഡ്സിൻ്റെ കേസിൽ ചെറിയ മാറ്റമുണ്ട് താനും. ദെൻ അടുത്ത പോയിൻ്റാണ്
ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് ഓഫ് കൺസ്യൂമർ. ആളുകളുടെ ടേസ്റ്റ്, പ്രിഫറൻസും ഫാഷനും ഒക്കെ ഡിമാൻഡിനെ ബാധിക്കും. ഉദാഹരണത്തിന് ലേഡീസിന് കൂടുതൽ ജീൻസ് ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ അവർ പുതിയൊരു ഫാഷൻ വരികയാണ്, ലേഡീസ് കൂടുതൽ ജീൻസ് ധരിക്കുക എന്നുള്ളത്. അതിനുശേഷം എന്തായി, ജീൻസിനുള്ള ഡിമാൻഡ് കൂടി. അതേപോലെ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഡിസ്ലൈക്ക്, ആളുകൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ, ഔട്ട് ഓഫ് ഫാഷൻ ആയി പോയാൽ ഡിമാൻഡ് കുറയുകയും ചെയ്യും. മറ്റൊരു കേസിൽ പറയുകയാണെങ്കിൽ സിഗരറ്റ്സിൻ്റെ കേസ്. സിഗരറ്റ് എന്നത് അതിൽ പ്രൈസ് എത്ര തന്നെ മാറ്റം വന്നാലും ആളുകൾ അത് തന്നെ വാങ്ങും. കാരണം എന്താ, അത് ഹാബിച്വലായിപ്പോയി, അതെന്താണ്, ഒരു ശീലമായിപ്പോയി. അതുകൊണ്ട് അത്തരം പ്രൊഡക്റ്റുകളുമുണ്ട്. സോ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് എന്തിനെ ബാധിക്കുന്നു എന്നതാണ് പറഞ്ഞത്, ഡിമാൻഡിനെ ബാധിക്കുന്നു. ദെൻ പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്. റിലേറ്റഡ് ഗുഡ്സിൻ്റെ വില ഡിമാൻഡിനെ ബാധിക്കും. റിലേറ്റഡ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ രണ്ട് തരമാണ്. ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സും മറ്റൊന്ന് കോംപ്ലിമെൻ്ററി ഗുഡ്സും. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒന്നിന് പകരം വേറൊന്ന് ഉപയോഗിച്ചാലും സംതൃപ്തി കിട്ടുന്ന പ്രൊഡക്റ്റുകൾ. ഉദാഹരണത്തിന് ചായക്ക് പകരം കോഫി, പെപ്സിക്ക് പകരം 7up, അല്ലേ, ഇങ്ങനെ ഉപയോഗിക്കുന്നത്. ഈ കേസിൽ എങ്ങനെയാണ് നമ്മൾ പഠിക്കുക? ഇപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്റ്റ്, ഇപ്പോൾ ചായയുടെ സബ്സ്റ്റിറ്റ്യൂട്ട് എന്താണ്, കോഫിയാണ്. അപ്പോൾ ഉദാഹരണത്തിന് ചായക്ക് പകരം കോഫി ഉപയോഗിക്കുന്നു. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്റ്റിൻ്റെ വിലയിൽ മാറ്റം വന്നാൽ ഡിമാൻഡ് മാറുമോ എന്നതാണ് ഇവിടെ പരിശോധിക്കുന്നത്. ആ മാറ്റങ്ങളാണ് ഇവിടെ ഡിമാൻഡിനെ ബാധിക്കുന്നു എന്ന് പറയുന്ന ഘടകമായി ഇത് പറയാൻ കാരണം. അപ്പോൾ ഇഫ് ദ പ്രൈസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് കമോഡിറ്റി ഇൻക്രീസസ്, ഇവിടെ നോക്കാം, ഇഫ് ദ പ്രൈസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് കമോഡിറ്റി ഇൻക്രീസസ് ദ ഡിമാൻഡ് ഫോർ ഒറിജിനൽ കമോഡിറ്റി വിൽ ഇൻക്രീസ്. സബ്സ്റ്റിറ്റ്യൂട്ട് കമോഡിറ്റിയുടെ ഡിമാൻഡ്, പ്രൈസ് കൂടിയാൽ ഒറിജിനൽ കമോഡിറ്റിയുടെ ഡിമാൻഡും കൂടും. അതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് കമോഡിറ്റിയുടെ പ്രൈസ് കുറഞ്ഞാൽ ഒറിജിനൽ കമോഡിറ്റിയുടെ ഡിമാൻഡ് കുറയുകയും ചെയ്യും. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? ഇവിടെ നോക്കുക. ഫോർ എക്സാമ്പിൾ, ഇഫ് ദ പ്രൈസ് ഓഫ് ടീ ഫാൾസ്, ചായയുടെ വില കുറഞ്ഞു എന്ന് കരുതുക, അപ്പോൾ കോഫിയുടെ ഡിമാൻഡ് കുറയും. എന്താ അങ്ങനെ സംഭവിക്കാൻ കാരണം? കാരണം ആളുകൾ ചായ കൂടുതൽ കുടിക്കാൻ തുടങ്ങും, കാരണം ചായയുടെ വില കുറഞ്ഞില്ലേ. അപ്പോൾ കോഫിൻ്റെ ഡിമാൻഡും കുറയൂലേ. കോഫി വാങ്ങുന്നത് നിർത്തിയിട്ട് ആളുകൾ എന്തിലേക്ക് വരും? ചായ കുടിക്കാൻ വേണ്ടി വരും. സോ പ്രൈസ് ഓഫ് ടീ ഫാൾസ്, എക്സാമ്പിളാണ്, ചായയുടെ വില കുറഞ്ഞാൽ കോഫിയുടെ ഡിമാൻഡും കുറയുന്നു. ഇനി കോംപ്ലിമെൻ്ററി ഗുഡ്സ് ആണ് അടുത്തത്. കോംപ്ലിമെൻ്ററി ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള ഗുഡ്സാണ്? രണ്ടും ഒരുമിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഗുഡ്സുകൾ. അതായത് കാറും പെട്രോളും രണ്ടും ഒരുമിച്ച് ഉപയോഗിച്ചാലേ അത് വർക്കാവുന്നുള്ളൂ. അതേപോലെ ഇങ്ക്, മഷിയും പേനയും. ഈ കേസിൽ എങ്ങനെയാണ് സംഭവിക്കുക? ഇഫ് ദ ഡിമാൻഡ് ഓഫ് ഒറിജിനൽ കമോഡിറ്റി ഇൻക്രീസസ്, ഒറിജിനൽ കമോഡിറ്റിയുടെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്താൽ കോംപ്ലിമെൻ്ററി ഗുഡ്സിൻ്റെ ഡിമാൻഡും എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അതേപോലെ നേരെ ഓപ്പോസിറ്റും, ഒറിജിനൽ കമോഡിറ്റിയുടെ ഡിമാൻഡ് കുറഞ്ഞാൽ കോംപ്ലിമെൻ്ററി ഗുഡ്സിൻ്റെ ഡിമാൻഡും കുറയും. ഉദാഹരണത്തിന് പേനയുടെ ഡിമാൻഡ് കുറഞ്ഞു എന്ന് കരുതുക. മാർക്കറ്റിലെ ആളുകൾ കൂടുതൽ പേന ഉപയോഗിക്കുന്നില്ല, ഡിമാൻഡ് കുറഞ്ഞു എന്ന് കരുതുക. സ്വാഭാവികമായും അവിടെ ഇങ്കിൻ്റെ ഡിമാൻഡും കുറയും. ഇപ്പോൾ കാറിൻ്റെ ഡിമാൻഡ് കുറഞ്ഞു കഴിഞ്ഞാൽ പെട്രോളിൻ്റെ ഡിമാൻഡും കുറയും. കാറിൻ്റെ ഡിമാൻഡ് കൂടിയാലോ പെട്രോളിൻ്റെ ഡിമാൻഡ് കൂടും. അപ്പോൾ ഇതാണ്. ഇനി അടുത്തത് കൺസ്യൂമേഴ്സ് എക്സ്പെക്റ്റേഷനാണ് ഡിമാൻഡിനെ ബാധിക്കുന്ന മറ്റൊരു ഘടകം. അതായത് കൺസ്യൂമേഴ്സിൻ്റെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ഡിമാൻഡിനെ ബാധിക്കുമെന്നാണ്. ഉദാഹരണത്തിന് ആദ്യത്തെ, റൈസ് ഇൻ ദ പ്രൈസ് ഓഫ് എ കമോഡിറ്റി ഇൻ ദ നിയർ ഫ്യൂച്ചർ. സമീപഭാവിയിൽ പ്രൈസ് കൂടുമെന്ന് നേരത്തെ എക്സ്പെക്റ്റ് ചെയ്താൽ ആളുകൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുക? ആളുകൾ ലാർജ് ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്ത് വെക്കും. ഉദാഹരണത്തിന് പെട്രോളിൻ്റെ പ്രൈസ് കൂടുമെന്ന് സൂചന കിട്ടിയാൽ ഇന്ന് തന്നെ പോയി കൂടുതൽ പെട്രോൾ അടിച്ചു വെക്കുന്നത് പോലെ. മറ്റൊരു കേസാണ്, പ്രൈസ് ഓഫ് കമോഡിറ്റി ഡിക്രീസ് ചെയ്യും എന്ന് എക്സ്പെക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇനിയും പ്രൈസ് കുറയുമെന്ന് കരുതിയിട്ട് ഇപ്പോൾ വാങ്ങാതെ പിന്നീട് പ്രൈസ് കുറഞ്ഞിട്ട് വാങ്ങാമെന്ന് കരുതി അവർ നീട്ടിവെക്കും. ഇങ്ങനെ ഇതും ഡിമാൻഡിനെ ബാധിച്ചേക്കാം. മറ്റൊരു കേസാണ്, ഇൻകം ഭാവിയിൽ കൂടും എന്ന് കരുതിയിട്ട് കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഐറ്റംസൊക്കെ ഇന്ന് വാങ്ങാം. അപ്പോൾ ഇപ്പോഴേ വാങ്ങി വെക്കുക. അപ്പോൾ ഭാവിയിൽ ക്യാഷ് വരും എന്ന പ്രതീക്ഷയിൽ ഇപ്പോഴേ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഐറ്റംസൊക്കെ വാങ്ങി വെക്കാനുള്ള സാധ്യത. ഇതും കൺസ്യൂമേഴ്സ് എക്സ്പെക്റ്റേഷനാണ്. മറ്റൊന്നാണ്, കൺസ്യൂമേഴ്സ് പേടിക്കുകയാണ് ഭാവിയിൽ ജോബ് നഷ്ടപ്പെടുമെന്ന്. അങ്ങനെയെങ്കിലോ എക്സ്പെൻസീവ് ഐറ്റംസൊക്കെ വാങ്ങുന്നത് പോസ്റ്റ്പോൺ ചെയ്യും. ഇപ്പോൾ വാങ്ങൂല, പിന്നെ വാങ്ങാമെന്ന് കരുതി മാറ്റിവെക്കും. അപ്പോൾ ഇത്തരം എക്സ്പെക്റ്റേഷൻസ്, കൺസ്യൂമേഴ്സിൻ്റെ എക്സ്പെക്റ്റേഷൻസൊക്കെ ഡിമാൻഡിനെ ബാധിക്കും.
മറ്റൊന്നാണ് അഡ്വർടൈസ്മെൻറ്റ്. അഡ്വർടൈസ്മെൻറ്റ് തീർച്ചയായിട്ടും ഡിമാൻഡിനെ ബാധിക്കും. അഡ്വർടൈസ്മെൻറ്റ് എങ്ങനെയാണ് ബാധിക്കുക? അഡ്വർടൈസ്മെൻറ്റ് ഇപ്പോൾ ഉദാഹരണത്തിന് ഫെയർ ആൻഡ് ലവ്ലി അല്ലെങ്കിൽ മറ്റു ബ്യൂട്ടി പ്രൊഡക്ട്സുകൾ, ഇതൊക്കെ നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ട് അതിനുള്ള ഡിമാൻഡ് ഒരു പക്ഷേ വർദ്ധിച്ചേക്കാം. അപ്പോൾ ഈ തരത്തിൽ അഡ്വർടൈസ്മെൻറ്റ് ഡിമാൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. മറ്റൊന്ന് യൂസ്ഫുൾനെസ് ആണ്. യൂസ്ഫുൾനെസ് എന്ന് പറയുമ്പോൾ പ്രൊഡക്റ്റിൻ്റെ ഉപയോഗം കാരണം ഡിമാൻഡ് വർദ്ധിക്കുക. ഉദാഹരണത്തിന് തണുപ്പുള്ള പ്രദേശത്ത് കോട്ടനുള്ള ഡിമാൻഡ് കൂടും, കാരണം അതിൻ്റെ ഉപയോഗം കാരണമാണത്. അതേപോലെ ക്രിസ്മസ് കാർഡിനുള്ള ഡിമാൻഡ് കൂടുന്നു. AC-ക്കുള്ള ഡിമാൻഡ് ചൂട് കാലത്ത് കൂടുന്നു. ദാറ്റ് മീൻസ് അതിൻ്റെ ഉപയോഗം കൊണ്ടാണ്, ആ ഒരു പ്രൊഡക്റ്റിൻ്റെ യൂസ്ഫുൾനെസ് കൊണ്ടാണ് അവിടെ ഡിമാൻഡ് വർദ്ധിക്കുന്നത്. മറ്റൊരു ഘടകമാണ്, ഡിമാൻഡിനെ ബാധിക്കുന്ന ഘടകമാണ് പോപ്പുലേഷനിലുണ്ടാകുന്ന മാറ്റം. ആളുകൾ വളരെ കുറവുള്ള പ്രദേശമാണെങ്കിൽ അവിടെ ഡിമാൻഡും കുറവായിരിക്കും. ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്ത്, കൂടുതൽ ജനങ്ങളുള്ള സ്ഥലത്ത് ഡിമാൻഡ് കൂടുതലായിരിക്കും. ഫുഡിനും ക്ലോത്തിനും ഒക്കെ തുടങ്ങിയിട്ട് എല്ലാ പ്രൊഡക്റ്റുകൾക്കും ഡിമാൻഡ് കൂടുതലായിരിക്കും. അപ്പോൾ പോപ്പുലേഷൻ അതിനൊരു ഡിമാൻഡിനെ ബാധിക്കുന്ന ഒരു ഘടകമാണ്. ഇനി മറ്റൊരു ഘടകം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത് ആണ്. നമുക്കറിയാം പല രാജ്യങ്ങളിലും പല രീതിയിലാണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്. അതായത് ഈ അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷനും ഉണ്ടാവും, ഈക്വൽ ഡിസ്ട്രിബ്യൂഷനും ഉണ്ടാവും. അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇൻകം റിച്ച് ആയിട്ടുള്ള ആളുകൾ കൂടുതൽ റിച്ച് ആവുകയും പാവപ്പെട്ടവൻ കൂടുതൽ പാവപ്പെട്ടവനായി ജീവിക്കുകയും ചെയ്യുന്ന ഒരു രീതി. ദാറ്റ് മീൻസ് എല്ലാവർക്കും ഒരേപോലെ ഇൻകം ആൻഡ് വെൽത്ത് ഇല്ലാത്ത രാജ്യങ്ങൾ. അപ്പോൾ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളൊക്കെ ഒരുപക്ഷെ നമുക്ക് അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത് എന്ന് പറയാം. ഇപ്പോൾ ഡിമാൻഡ് ഓഫ് ദ ഗുഡ്സ് അവിടെ എങ്ങനെയായിരിക്കും? സമ്പന്നരായ ആളുകൾ കൂടുതൽ കംഫേർട്സ് ആൻഡ് ലക്ഷറീസ് ഗുഡ്സ് കൂടുതൽ ഉപയോഗിക്കും. അതേപോലെ തന്നെ ഈക്വൽ ഡിസ്ട്രിബ്യൂഷനുള്ള രാജ്യങ്ങളാണെങ്കിലോ അവിടെ ഇൻകം ആൻഡ് വെൽത്ത് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത് കൊണ്ട് തന്നെ അവിടെ നെസസറി ഗുഡ്സിനും കംഫേർട്സ് ഗുഡ്സിനും ഒക്കെ ആയിരിക്കും ഡിമാൻഡ് കൂടുതലുണ്ടാവുക. ദെൻ 11ാമത്തതാണ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഓഫ് മണി ഇൻ സർക്കുലേഷൻ. സമ്പദ് വ്യവസ്ഥയിൽ പണത്തിൻ്റെ സർക്കുലേഷൻ കൂടിയാൽ ഡിമാൻഡ് കൂടും. മണി സർക്കുലേഷൻ കുറഞ്ഞാൽ ഡിമാൻഡ് കുറയുകയും ചെയ്യും. അതായത് പണത്തിൻ്റെ ലഭ്യത കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ ആളുകളുടെ അടുത്ത് ക്യാഷ് ഉണ്ടാവും, ആളുകൾ കൂടുതൽ ചിലവഴിക്കുമെന്നതാണ്. ഉദാഹരണത്തിന് ഡീമോണറ്റൈസേഷൻ്റെ സമയം, നോട്ട് നിരോധനം നടന്ന സമയത്ത് ആളുകളുടെ കയ്യിൽ പണമില്ലാത്ത അവസ്ഥ വന്നു. ദാറ്റ് മീൻസ് സമ്പദ് വ്യവസ്ഥ ഇക്കോണമിയിൽ മണി സർക്കുലേഷൻ കുറഞ്ഞു, അന്ന് ഡിമാൻഡും കുറഞ്ഞു. ഇത് ഉദാഹരണമാണ്. മറ്റൊന്ന് ടെക്നോളജിക്കൽ പ്രോഗ്രസ് ആണ്. അതായത് പുതിയ പുതിയ ടെക്നോളജി വരികയും ഇന്നോവേഷൻസ് വരികയും ഒക്കെ ചെയ്യുമ്പോൾ അവിടെ പഴയതിന് ഡിമാൻഡ് കുറയുകയും പുതിയതിന് ഡിമാൻഡ് കൂടുകയും ചെയ്യും. ഉദാഹരണത്തിന് ഐഫോണിൻ്റെ പുതിയ പുതിയ മോഡലുകൾ വരുമ്പോൾ നമ്മളത് കാണാറുണ്ട്. അതേപോലെ റേഡിയോ എന്നത് ഇപ്പോൾ ആരും വാങ്ങുന്നില്ല. റേഡിയോ മാറിയിട്ട് ടെലിവിഷൻ വാങ്ങാൻ തുടങ്ങി. ഇപ്പോൾ ടെലിവിഷനും മാറിയിട്ട് കമ്പ്യൂട്ടർ വാങ്ങാൻ തുടങ്ങുന്നു. ഇപ്പോൾ കമ്പ്യൂട്ടർ, അങ്ങനെ ഓരോന്നും പുതിയ പുതിയ ടെക്നോളജി വരുമ്പോൾ ആളുകൾ അതിൻ്റെ പിന്നാലെ പോകും എന്നതാണ്. സോ ഡിമാൻഡിനെ ബാധിക്കുന്ന ഘടകമാണ്. മറ്റൊന്ന് ബിസിനസ് സൈക്കിളാണ്. ഇപ്പോൾ എല്ലാ കാലവും ഒരേപോലെയുള്ള ഇക്കണോമിക് കണ്ടീഷൻ ആയിരിക്കില്ല അല്ലേ. അപ്പോൾ ബൂം പീരീഡ് ഉണ്ടാവാം, അതേപോലെ മോശം പീരീഡ്, സ്ലം പീരീഡ് ഉണ്ടാവാം. അപ്പോൾ ബൂം പീരീഡ് ആണെങ്കിൽ അവിടെ കമോഡിറ്റിക്കൊക്കെ എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ഡിമാൻഡ് കൂടുതലായിരിക്കും. അപ്പോൾ വളരെ മോശം പീരീഡിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലോ, അതായത് സ്ലം പീരീഡിലൂടെയാണ് പോകുന്നതെങ്കിൽ അവിടെ കമോഡിറ്റിയുടെ ഡിമാൻഡ്, ഉൽപ്പന്നങ്ങളുടെ ഡിമാൻഡ് കുറവായിരിക്കും. സോ അതാണ് ബിസിനസ് സൈക്കിൾ സൂചിപ്പിക്കുന്നത്. മറ്റൊന്ന് ഡെമോൺസ്ട്രേഷൻ എഫക്റ്റ് ആണ്. അതായത് മറ്റൊരാൾ ഉപയോഗിക്കുന്നത് കണ്ടിട്ട് അല്ലെങ്കിൽ അവർ കാണിക്കുന്ന ഡെമോ കണ്ടിട്ട് നമ്മൾ അതിൽ മോട്ടിവേറ്റഡ് ആയി പ്രൊഡക്റ്റുകൾ വാങ്ങുന്ന കേസ്. ഇങ്ങനെ ഉണ്ടാകുമ്പോഴും ഡിമാൻഡ് വർദ്ധിക്കുന്നു. സോ ഇതിനെ ഡെമോൺസ്ട്രേഷൻ എഫക്റ്റ് എന്നും കോണ്ടാക്റ്റ് എഫക്റ്റ് എന്നും പറയും. ഇപ്പോൾ നമ്മൾ പാൻറ് ധരിക്കാൻ തുടങ്ങിയത് മറ്റു രാജ്യങ്ങളിലുള്ള ആളുകൾ ധരിക്കുന്നത് കണ്ടിട്ടാണ്. അതേപോലെ ദെൻ അവൈലബിലിറ്റി ഓഫ് ക്രെഡിറ്റ് ആണ് മറ്റൊരു ഫാക്ടർ. അതായത് കടത്തിന് സാധനങ്ങൾ കിട്ടും എന്ന് കരുതുകയാണെങ്കിൽ, അല്ലെങ്കിൽ കൂടുതൽ കടം ലഭ്യമാകുന്നു, ലോണുകൾ ലഭ്യമാകുന്നു എന്നൊക്കെ കരുതുക. ഈ കേസിൽ ആളുകൾ കൂടുതൽ പണം കയ്യിലേക്ക് വരികയും ഡിമാൻഡ് വർദ്ധിക്കുകയും ചെയ്യും. അതേപോലെ കടത്തിന് സാധനങ്ങൾ കിട്ടുമെന്നുണ്ടെങ്കിലും ഡിമാൻഡ് വർദ്ധിക്കും.
പ്രത്യേകിച്ചും ഡ്യൂറബിൾ ഗുഡ്സിന് ഡിമാൻഡ് കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യും ആ ഒരു അവൈലബിലിറ്റി ഓഫ് ക്രെഡിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ. ഇത്രയും പോയിൻറ്റ്സുകളാണ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഡിമാൻഡ് എന്ന് പറഞ്ഞ് നമുക്ക് പഠിക്കാനുള്ളത്. ഇത് എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുമുണ്ട്. 15 പോയിൻറ്റ്സ്. ഇനി ഇതിന് തുടർച്ചയായി നമുക്ക് പറയാനുള്ളത്, ഇത്രയും നമ്മൾ പഠിച്ച പോയിൻറ്റ്സുകളെല്ലാം തന്നെ ഡിമാൻഡിനെ ബാധിക്കുന്ന ഘടകങ്ങളാണ്. ഈ ഡിമാൻഡിനെ ബാധിക്കുന്ന ഘടകങ്ങളും ഡിമാൻഡും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ മാത്തമാറ്റിക്കലി ഒരു ഇക്വേഷൻ രൂപത്തിൽ എക്സ്പ്രസ് ചെയ്ത് എഴുതിയാൽ ഇതിനെ ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറയും. സോ ദ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിമാൻഡ് ഫോർ എ കൊമോഡിറ്റി ആൻഡ് various factors determining its demand is called demand function. So ഇങ്ങനെയാണ് ഇത്. ഇപ്പോൾ D is equal to function of P, Y, T, PS, U. അതായത് ഈ ബ്രാക്കറ്റിൽ എഴുതിയതെല്ലാം തന്നെ ഡിമാൻഡിനെ ബാധിക്കുന്ന ഇത്രയും നമ്മൾ പഠിച്ച പോയിൻറ്റ്സുകളാണ്, ഘടകങ്ങളാണ്. ഇത് ഡിമാൻഡാണ്. അപ്പോൾ D എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിമാൻഡ് is equal to F എന്ന് എന്തിനെ സൂചിപ്പിക്കുന്നു? ഫങ്ഷൻ ഓഫ് എന്ന് പറയാണ്. ഫങ്ഷൻ ഓഫ് എന്ന് പറയുന്നത് ഇവ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് സൂചിപ്പിക്കാനാണ് എഫ് ഇവിടെ ഇട്ടത്. എന്നിട്ട് ബ്രാക്കറ്റിൽ എഴുതുകയാണ് പി എന്ന് പറഞ്ഞാൽ പ്രൈസ്, വൈ എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇൻകം, ടി എന്ന് പറഞ്ഞാൽ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ്, അതേപോലെ പി എസ് എന്ന് പറഞ്ഞാൽ പ്രൈസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്, യു എന്ന് പറഞ്ഞാൽ കൺസ്യൂമേഴ്സ് എക്സ്പെക്റ്റേഷൻ, അതേപോലെ മറ്റു ഫാക്ടേഴ്സ്. അപ്പോൾ ഇങ്ങനെയാണ് ഡിമാൻഡ് ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇതിനെയാണ് ഡിമാൻഡ് ഫങ്ഷൻ എന്ന് പറയുന്നത്. സോ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിമാൻഡ് ഫോർ എ കൊമോഡിറ്റി ആൻഡ് വാരിയസ് ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് ഇറ്റ്സ് ഡിമാൻഡ് ഈസ് കോൾഡ് ഡിമാൻഡ് ഫങ്ഷൻ. അപ്പോൾ ഈ വീഡിയോയിലൂടെ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഡിമാൻഡും അതേപോലെ ഡിമാൻഡ് ഫങ്ഷനുമാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. താങ്ക് യു വെരി മച്ച്.